my dear students, to our English online class. Previous day we discussed the topic Listen to the Mountain, its textual questions and textual activities that we completed. Today we are going to discuss another topic that is entitled as Climate Change is not a hysteria, it is a fact, written by Leonardo DiCaprio. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ലെസൺ ടു ദ മൗണ്ടെയിൻ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് ചർച്ച ചെയ്തത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട്. എഴുതിയുള്ളത് ലിയനാർഡോ ഡിക്കാപ്രിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ലെറ്റ് us start. First of all, we can familiar with the writer. Leonardo William DiCaprio, born on November 11, 1974, is an American actor. 1974 നവംബർ 11 ജനിച്ച ലിയനാർഡോ വില്യം ഡിക്കാപ്രിയോ അദ്ദേഹം ഒരു അമേരിക്കൻ നടനാണ്. പ്രൊഡ്യൂസർ, നിർമ്മാതാവാണ്. ദ ഫൗണ്ടർ ഓഫ് ലിയനാർഡോ ഡിക്കാപ്രിയോ ഫൗണ്ടേഷൻ. ലിയനാർഡോ ഡിക്കാപ്രിയോ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ കൂടിയാണ്. ആൻഡ് എ മെസ്സഞ്ചർ ഓഫ് പീസ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സഞ്ചർ കൂടിയാണ് അദ്ദേഹം. He gained public recognition with leading roles in drama and films before achieving international fame with James Cameron's epic romance, that is Titanic, 1997. 1997 ടൈറ്റാനിക് എന്നുള്ള ആ ഒരു ഇതിഹാസം, ആ ഒരു നാടകത്തിൻ്റെ അതിൻ്റെ ഒരു ആ സിനിമയുടെ റോൾസ് ഇൻ ഡ്രാമ ആൻഡ് ഫിലിംസ്, അദ്ദേഹം നാടകങ്ങളും സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഹീ ഈസ് ആൾസോ എ കമ്മിറ്റഡ് എൻവയോൺമെൻ്റലിസ്റ്റ്. മാത്രമല്ല അദ്ദേഹം അങ്ങേയറ്റമുള്ള ഒരു പരിസ്ഥിതിവാദി കൂടിയാണ്. ലിയനാർഡോ ഡിക്കാപ്രിയോ. ദിസ് ഈസ് എ സ്പീച്ച്. ഓക്കെ, ക്യാൻ ഗോ ത്രൂ ഇറ്റ്. Climate change is not longer some far off problems. It is happening here. It is happening now. ബരാക് ഒബാമ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് വളരെ വിദൂരമല്ലാത്ത രീതിയിൽ ഇത്രയും പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കാണത്. ലെറ്റ്സ് ഹിയർ ദ സ്പീച്ച് ഡെലിവേർഡ് അറ്റ് UN ക്ലൈമറ്റ് സമ്മിറ്റ് ബൈ ലിയനാർഡോ ഡിക്കാപ്രിയോ. അദ്ദേഹത്തിൻ്റെ UN കാലാവസ്ഥാ സമിതിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ച അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. ഇതൊരു സ്പീച്ചാണ്. കമാൻ, യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഫസ്റ്റ് പാരഗ്രാഫ്. താങ്ക് യു മിസ്റ്റർ സെക്രട്ടറി ജനറൽ, യുവർ എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്സ്. പ്രിയപ്പെട്ട മിസ്റ്റർ ജനറൽ സെക്രട്ടറി, എക്സലൻസീസ് വിശിഷ്ടരെ, മഹത് വ്യക്തിത്വങ്ങളെ, മാന്യമഹാജനങ്ങളെ, ദെൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് വിശിഷ്ടരായിട്ടുള്ള അതിഥികളെ, ഐ ആം ഹോണേഡ് ടു ബി ഹിയർ ടുഡേ. ഞാനിന്ന് ആദരിക്കപ്പെടാൻ പോവുകയാണ്. ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് ആൻ ബട്ട് ആസ് എ കൺസേൺഡ് സിറ്റിസൺ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു എക്സ്പേർട്ടായിട്ടില്ല, എക്സ്പേർട്ട് മീൻസ് കഴിവുറ്റ പ്രഗത്ഭനായിട്ടുള്ള ഒരാളായിട്ടല്ല, ബട്ട് ആസ് എ കൺസേൺ സിറ്റിസൺ, നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ പൗരനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വൺ ഓഫ് ദ 400,000 people who marched in the streets of New York on Sunday. ന്യൂയോർക്കിൻ്റെ തെരുവുകളിൽ ഞായറാഴ്ച 4 ലക്ഷക്കണക്കിന് ആളുകളാണ് മാർച്ച് നടത്തിയത്. അതിൽപ്പെട്ട ഒരു പൗരൻ തന്നെയാണ് ഞാൻ, ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരൻ. And the billions of others around the world who want to solve our climate crisis. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ, മറ്റുള്ള ആളുകൾ, ലോകത്തിന് ചുറ്റുമുള്ള ആളുകൾ, അവർക്കും ഇത്തരത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥ പ്രതിസന്ധി പരിഹരിക്കേണ്ടതുണ്ട്. ആസ് എൻ ആക്ടർ ഐ പ്രിറ്റൻഡ് ഫോർ ലിവിങ്, ഐ പ്ലേ ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സ്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിച്ചത്. ഐ പ്ലേ ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സ്. അത്തരത്തിൽ ഞാൻ സാങ്കല്പികമായിട്ടുള്ള ഭാവനയിലുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തു. ഓഫൺ സോൾവിങ് ഫിക്റ്റീഷ്യസ് പ്രോബ്ലംസ്, ഭാവനയിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിൽ പരിഹരിച്ചു. ഐ ബിലീവ് മാൻകൈൻഡ് ഹാസ് ലുക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് സെയിം വേ. ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നത് എന്താണ്, മനുഷ്യരാശിയും ഇത്തരത്തിൽ തന്നെ നോക്കിക്കാണുന്നത്.
കാലാവസ്ഥ വ്യതിയാനത്തെ ഈ ഒരു ഭാവനയിലാണ് അവർ കാണുന്നത്. ഭാവനയിൽ നമ്മൾ സിനിമയെയും കഥയൊക്കെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തെയും അവർ കാണുന്നത്. യഥാർത്ഥമായ രീതിയിലല്ല അവരതിനെ കാണുന്നത്. ഓക്കെ, ആസ് ഇഫ് ഇറ്റ് വേർ എ ഫിക്ഷൻ. അവരും ഇതിനെ കാണുന്നത് ഭാവനയിലുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഹാപ്പനിങ് ടു സംവൺ എൽസ് പ്ലാനറ്റ്. അതുമല്ലെങ്കിൽ മറ്റൊരു പ്ലാനറ്റിൽ നടക്കുന്ന എന്തോ സംഭവമായിട്ടാണ് അവരിതിനെ കാണുന്നത്, ഈ കാലാവസ്ഥ വ്യതിയാനത്തെ. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് ഇൻ റിയൽ വുഡ് സം ഹൗ മേക്ക് ഇറ്റ് ഗോ വേ. തീർച്ചയായിട്ടും അവർ ഇത് യഥാർത്ഥമല്ല കണ്ടിലെ നടിച്ചുകൊണ്ട് അവർ മാറിപ്പോവുകയാണ്. ബട്ട് ഐ തിങ്ക് വി നോ ബെറ്റർ ദാൻ ദാറ്റ്. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് എനിക്ക് അതിനെക്കുറിച്ചറിയാം. എവറി വീക്ക് വി ആർ സീയിങ് ന്യൂ ആൻഡ് അൺഡിനേബിൾ ക്ലൈമറ്റ് ഇവൻറ്റ്സ്. തീർച്ചയായിട്ടും ഓരോ ആഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ നിഷേധിക്കാനാവാത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എവിഡൻസ് ദാറ്റ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഹിയർ നൗ. ആക്സിലറേറ്റഡ്, പെട്ടെന്നുള്ള, വേഗത കൂടിയ. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ അതിന് തെളിവായിട്ട് വേഗതയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും നിൽക്കുന്നുണ്ട്. വി നോ ദാറ്റ് ഡ്രോട്ട്സ് ആർ ഇൻറ്റൻസിഫൈയിങ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രോട്ട്സ്, വരൾച്ച തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻറ്റൻസിഫൈ, രൂക്ഷമാവുകയാണ്, തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓഷ്യൻസ് ആർ വാർമിങ് ആൻഡ് അസിഡിഫൈയിങ്. നമ്മുടെ കടലുകളെല്ലാം തന്നെ, സമുദ്രങ്ങളെല്ലാം തന്നെ ചൂട് പിടിക്കുകയും അതോടൊപ്പം തന്നെ അസിഡിറ്റി, അമ്ലത്വത്തിൻ്റെ ആ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. വിത്ത് മീഥേൻ പ്ലൂംസ് റൈസിങ് അപ്പ് ഫ്രം ബിനീത്ത് ദ ഓഷ്യൻ ഫ്ലോർ. കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്ലൂംസ്, മേഘപാളികൾ, അല്ലേ, മേഘപാളികൾ പോലെ ഉള്ള ഈ ഒരു പ്ലൂംസ് അതിങ്ങനെ പൊങ്ങുന്നുണ്ട് നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന്. വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. നമ്മൾ അത്യധികം അങ്ങേയറ്റമുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചേഴ്സ്, വർദ്ധിച്ചു വരുന്ന ഊഷ്മാവ്, ചൂട്, അത് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദ വെസ്റ്റ് അന്റാർട്ടിക് ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്സ് മെൽറ്റിംഗ് അറ്റ് അൺപ്രസിഡൻറ്റഡ് റേറ്റ്സ്. പടിഞ്ഞാറ് അന്റാർട്ടിക്കിലുള്ള ഗ്രീൻലാൻഡിലെ ഈ ഒരു ഐസ് ഷീറ്റ്സ്, ഐസ് പാളികൾ മെൽറ്റിംഗ്, ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് അൺപ്രസിഡൻറ്റഡ് റേറ്റ്സ്, മുൻപ് സംഭവിച്ചിട്ടില്ലാത്ത വിധം, നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ നിരക്ക് ആ ഒരു ഉരുകുന്ന അവസ്ഥ കൂടി വരുന്നു. ഡീക്കേഡ്സ് അഹെഡ് ഓഫ് സയൻറ്റിഫിക് പ്രൊജക്ഷൻസ്. ഡീക്കേഡ്സ്, പതിറ്റാണ്ടുകൾ, ഡിക്കേഡ് 10 വർഷം, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രപ്രവചനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, അല്ലേ? അത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നൺ ഓഫ് ദിസ് ഈസ് റെറ്റോറിക്, അലങ്കാര പ്രയോഗം, അല്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തല്ല, ഒരു അലങ്കാര പ്രയോഗമല്ല. ഹിസ്റ്ററി ഈസ് എ ഫാക്ട്. തീർച്ചയായിട്ടും ഇത് വിഭ്രാന്തിയല്ല, ഇത് വസ്തുതയാണ്. ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നോസ് ഇറ്റ്. ഈ ഒരു സത്യാവസ്ഥ ശാസ്ത്രത്തിൻ്റെ സമൂഹത്തിനറിയാം, ശാസ്ത്ര സമൂഹത്തിനറിയാം. ദ ഇൻഡസ്ട്രി നോസ് ഇറ്റ്. വ്യവസായികൾക്ക് ഇതിനെക്കുറിച്ചറിയാം. ആൻഡ് ദ ഗവൺമെൻറ് നോസ് ഇറ്റ്. സർക്കാരുകൾക്ക് പോലും അറിയാം, സർക്കാരിനും അറിയാം. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി തന്നെയാണ് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. മൈ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദിസ് ബോഡി മീൻസ് ഈ ഒരു കൂട്ടായ്മ, അർത്ഥമാക്കുന്നത് കൂട്ടായ്മ. ദിസ് ബോഡി, ഈ കൂട്ടായ്മ, പെർഹാപ്സ് മോർ ദാൻ എനി അതർ ഗ്യാതറിംഗ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. തീർച്ചയായിട്ടും ഈ ഒരു ഒത്തുചേരൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു മാറ്റം ഒരുപക്ഷെ ഉണ്ടാവാം, അല്ലേ? നൗ ഫേസസ് ദിസ് ഡിഫിക്കൽറ്റി ബട്ട് അച്ചീവബിൾ ടാസ്ക്. പക്ഷേ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രയാസമേറിയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു ദൗത്യം തന്നെയാണ്, ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് പോയി നമ്മൾ വിജയം കൈവരിക്കുകയാണെങ്കിൽ നമ്മുടെ മാനവരാശിയുടെ ചരിത്രത്തിൽ വലിയ ഒരു സംഭവമായിട്ട് മാറും. യു ക്യാൻ മേക്ക് ഹിസ്റ്ററി ഓർ യു വിൽ ബി വിലിഫൈഡ് ഇറ്റ്.
തീർച്ചയായിട്ടും നമുക്ക് ചരിത്രമുണ്ടാക്കാം. യു വിൽ ബി വിലിഫൈഡ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രൂക്ഷമായിട്ട് വിമർശിക്കാം, അല്ലേ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനെ വിമർശിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചരിത്രം സൃഷ്ടിക്കാം. ടു ബി ക്ലിയർ, അതിന്ന് കൃത്യമാണ്. ദിസ് ഈസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ടെല്ലിങ് പീപ്പിൾ ടു ചേഞ്ച് ദെയർ ലൈറ്റ് ബൾബ്സ്. ഇത് പറഞ്ഞു വരുന്നത് ആളുകൾ അവരുടെ വീടുകളിലെ സാധാരണ ബൾബ് മാറ്റുന്ന പോലെയുള്ള ഒരു കാര്യമല്ല ഇത്. ഓർ ടു ബൈ എ ഹൈബ്രിഡ് കാർ, പഴയ മോഡൽ കാറ്, അല്ലേ? ആ കാറിൽ രണ്ടും ഇന്ധനങ്ങളും നമുക്ക് കൊണ്ട് ഓടിക്കാൻ പറ്റും, ഡീസലായും പെട്രോളായാലും. ഇപ്പോഴത്തെ അതിലൊരു പഴയ ഒരു ഹൈബ്രിഡ് കാർ മാറ്റുന്നത് പോലെയോ വീട്ടിലെ ഒരു ബൾബ് മാറ്റുന്നത് പോലെയോ ഒക്കെയുള്ള ഒരു പരിശ്രമമല്ല ഇതിന് വേണ്ടത്. അങ്ങേയറ്റമുള്ള ഒരു അർപ്പണം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശ്രമം അനിവാര്യമാണ്. ദിസ് ഡിസാസ്റ്റർ ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ചോയ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽ മേക്ക്. തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തം ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ചോയ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽ മേക്ക്. ഓരോ വ്യക്തിയുടെയും തിരഞ്ഞെടുക്കുന്നതിനെയും അപ്പുറമാണ് നമ്മുടെ ഈ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് നൗ അബൌട്ട് അവർ ഇൻഡസ്ട്രീസ് ആൻഡ് അവർ ഗവൺമെൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ് ടേക്കിംഗ് ഡിസിസീവ് ലാർജ് സ്കെയിൽ ആക്ഷൻ. തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളും നമ്മുടെ സർക്കാരുകളും അതോടൊപ്പം തന്നെ എല്ലാ ആളുകളും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വളരെ നിർണായകമായിട്ടുള്ള ടേക്കിംഗ് ഡിസിസീവ് ലാർജ് സ്കെയിൽ ആക്ഷൻ പദ്ധതികൾ, ഇതിനനുസരിച്ചുള്ള വലിയ തോതിലുള്ള ഒരു പദ്ധതികൾ, പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഐ എം നോട്ട് എ സയൻറ്റിസ്റ്റ്. ഞാൻ എന്തല്ല, ഒരു ശാസ്ത്രജ്ഞനല്ല. ബട്ട് ഐ ഡോണ്ട് നീഡ് ടു ബി. എനിക്കതാവണമെന്നില്ല. ബിക്കോസ് ദ വേൾഡ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് സ്പോക്കൺ. പക്ഷേ ഇവിടെ ലോകത്തുള്ള ഈ ശാസ്ത്രലോകം അവർ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ഗിവൺ അസ് അവർ പ്രോഗ്നോസിസ് മുന്നറിയിപ്പ്, വാണിംഗ്. അവരെ നമുക്ക് നൽകുന്നുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഫ് വി ഡി നോട്ട് ആക്ട് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ വി വിൽ ഷുവർലി പെരിഷ്, നമ്മൾ തീർച്ചയായിട്ടും നശിക്കും. നൗ ഈസ് അവർ മൊമെൻറ്റ് ഫോർ ആക്ഷൻ. ഇപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. വി നീഡ് ടു പുട്ട് എ പ്രൈസ് ടാഗ് ഓൺ കാർബൺ എമിഷൻസ് ആൻഡ് eliminate government subsidies for coal, gas and oil companies. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഇന്ധനങ്ങൾക്കും കാർബൺ പുറന്തള്ളുന്ന ഓരോ കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഫൈൻ ഈടാക്കണം. പുട്ട് എ പ്രൈസ്, ഫൈന്, ടാക്സ് നമ്മൾ ഈടാക്കണം. അപ്പോൾ അത് ടാക്സും ഒന്നും കൊടുക്കാതെയാണ് ആളുകൾ വരുന്ന് വാങ്ങിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ വാങ്ങുന്നതിന് മേലെ ഇത്തരത്തിൽ ടാക്സും ഫൈനും നമ്മൾ ഏർപ്പെടുത്തണം. എലിമിനേറ്റ് ഗവൺമെൻറ് സബ്സിഡീസ് ഫോർ കോൾ, കൽക്കരി, ഗ്യാസ്, വാതകം ആൻഡ് ഓയിൽ കമ്പനീസ്. എണ്ണ കമ്പനികളുടെയും വാതക, കൽക്കരി കമ്പനികളുടെയൊക്കെ മേൽ, അവർ വാങ്ങുന്നതിന് മേൽ, ആ ഒരു വസ്തുവിന് മേൽ ഫൈന്, ടാക്സ് ഈടാക്കേണ്ടതുണ്ട്. We need to end the free ride that industrial polluters have been given in the name of a free market economy. സ്വതന്ത്രമായിട്ട് ഉള്ള ആ ഒരു ആനുകൂല്യം, അവർക്ക് നൽകിയിരുന്ന ആനുകൂല്യം എടുത്തു മാറ്റിയിട്ട് അതിന് മേലെ തീർച്ചയായിട്ടും ടാക്സ് ഈടാക്കണം, ഫൈൻ ഈടാക്കണമെന്ന് പറയണം. They don't deserve our tax dollars, they deserve our scrutiny. തീർച്ചയായിട്ടും അവർ അത് അർഹിക്കുന്നില്ല. നമ്മുടെ ആ ഒരു ടാക്സാണ് അവർ, അല്ലേ? അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടി ഭൂമിയെ മലിനമാക്കുന്നത്. They deserve our scrutiny. നമ്മുടെ ഈ കാര്യവും അവർ അർഹിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ആവശ്യവും അവർ അത് അർഹിക്കുന്നുണ്ട്. For the economy itself will die if our ecosystem collapse. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത് ഇല്ലാതെയായാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ, നമുക്ക് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകമാനം അത് നശിക്കാൻ അത് ഇടയാകും. The good news is that renewable energy is not only achievable but good economic policy. നല്ല വാർത്ത, സന്തോഷ വാർത്ത എന്ന് പറയുന്നത് റിന്യൂവബിൾ, നേടിയെടുക്കാൻ പറ്റുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഈ നയത്തെ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ പ്രകൃതി സ്രോതസ്സുകളുണ്ട്. സൂര്യൻ, കാറ്റ്, വിൻഡ്, അല്ലേ? അതുപോലെ തന്നെ ജലം, തിരമാല തുടങ്ങിയിട്ടുള്ള പ്രകൃതി സ്രോതസ്സുകളുണ്ട്. ഈ പ്രകൃതി സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക്
ഓരോ ഊർജ്ജങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജീസും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയൊരു സാമ്പത്തിക നയം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദിസ് ഈസ് നോട്ട് എ പാർട്ടിസാൻ ഡിബേറ്റ്. മാനുഷികമായിട്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇത്, ഒരു തർക്ക വിഷയമല്ല. ഇറ്റ് ഈസ് എ ഹ്യൂമൻ വൺ. ഇത് മാനുഷികമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ക്ലീൻ എയർ ആൻഡ് വാട്ടർ, ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ആൻഡ് ലിവബിൾ ക്ലൈമറ്റ് ആർ ഇൻആലിയനബിൾ ഹ്യൂമൻ റൈറ്റ്സ്. ഇൻആലിയനബിൾ, ഒഴിച്ചുകൂടാനാവാത്ത, മാനവരാശിക്ക് മനുഷ്യൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. മനുഷ്യൻ്റെ അവകാശങ്ങളാണ് ശുദ്ധവായുവും ശുദ്ധജലവും. ഇതൊക്കെ ഒരിക്കലും മനുഷ്യന്, മാനവരാശിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ട കടമയും ഉത്തരവാദിത്വവും നാം ഓരോരുത്തരും നമുക്ക് ഉണ്ട്. ആൻഡ് സോൾവിങ് ദിസ് ക്രൈസിസ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യമല്ല. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ സർവൈവൽ. ഈ ഒരു ചോദ്യം നമ്മുടെ സർവൈവൽ, നിലനിൽപ്പിന് തന്നെ അതിജീവനത്തിൻ്റെ ചോദ്യമാണിത്. വി ഓൺലി ഗെറ്റ് വൺ പ്ലാനറ്റ്. നമുക്കെല്ലാവർക്കും ഉള്ളത് ഒരേ ഒരു പ്ലാനറ്റാണ്. ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് ബിക്കം അക്കൗണ്ടബിൾ. മാനവരാശി തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികളാണ്. ഓൺ എ മാസീവ് സ്കെയിൽ ഫോർ ദ വാൻറ്റൻ ഡിസ്ട്രക്ഷൻ ഓഫ് അവർ കളക്റ്റീവ് ഹോം. കൂട്ടുത്തരവാദിത്തം അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ വീടാകുന്ന ഈ ഭൂമിയെ അല്ലേ, തീർച്ചയായിട്ടും വാൻ സ്കെയിൽ ഫോർ വാൻറ്റൻ ശ്രദ്ധയില്ലാതെ. ഇപ്പോൾ നമ്മുടെ ഈ ഭൂമി മാതാവിനെ, ഈ ഗ്രഹത്തെ തീർച്ചയായിട്ടും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മാസീവ് സ്കെയിൽ, വർദ്ധിച്ച തോതിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ നിൽക്കുന്നുണ്ട്. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ ഭൂമിമാതാവിനെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. പ്രൊട്ടക്റ്റിംഗ് അവർ ഫ്യൂച്ചർ ഓൺ ദിസ് പ്ലാനറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺഷ്യസ് എവല്യൂഷൻ ഓഫ് അവർ സ്പീഷീസ്. നമ്മുടെ പ്ലാനറ്റിൽ ഭാവിയെ സംരക്ഷിക്കേണ്ടത്, അത് ആശ്രയിച്ച് കിടക്കുന്നത് ബോധപൂർവമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വർഗത്തിന്, നമ്മുടെ മാനവരാശിക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് ടൈംസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള സമയം, മുഹൂർത്തം. ആൻഡ് ദ മോസ്റ്റ് അർജൻറ്റ് മെസ്സേജസ്. അത്രമാത്രം വളരെ അടിയന്തരമായിട്ടുള്ള ഒരു സന്ദേശം, വളരെയധികം വിലപ്പെട്ട സന്ദേശമാണത്. Honored delegates, leaders of the world, I pretend for living. ബഹുമാനായിട്ടുള്ള പ്രതിനിധികളെ, ലോക നേതാക്കളെ, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിച്ചത്. ബട്ട് യു ഡു നോട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ദ പീപ്പിൾ മെയ്ഡ് ദെയർ വോയിസസ് ഹിയർഡ് ഓൺ സൺഡേ അറൗണ്ട് ദ വേൾഡ്. കഴിഞ്ഞ ഞായറാഴ്ച ന്യൂയോർക്കിലെ ആ ഒരു തെരുവിൽ ശബ്ദം പുറപ്പെടുവിച്ചത് ഇത്തരത്തിൽ അവരുടെ ആ ഒരു ഭൂമി മാതാവിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ വിളിച്ചോതാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ മൊമെൻറ്റം വിൽ നോട്ട് സ്റ്റോപ്പ്. ആ ഒരു ശക്തി നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരിക്കലും നിർത്തരുത്. ആൻഡ് നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. ഇപ്പോൾ നിങ്ങളുടെ അവസരമാണ്, ഊഴമാണ്. ദ ടൈം ടു ആൻസർ ദ ഗ്രേറ്റസ്റ്റ് ചലഞ്ച് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഓൺ ദിസ് പ്ലാനറ്റ് ഈസ് നൗ. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനറ്റിൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാകുന്ന മഹത്തരമായിട്ടുള്ള വലിയ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഇത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഊഴമാണ്. വി ബെഗ് ഓഫ് യു ഫേസ് ഇറ്റ് വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മളിത് അഭിമുഖീകരിക്കേണ്ടത് ധീരമായിട്ട് അതോടൊപ്പം തന്നെ സത്യസന്ധമായിട്ടൊക്കെയാണ്. അങ്ങനെ നമ്മൾ ധീരമായിട്ടും സത്യസന്ധമായിട്ടാണ് നമ്മളിതിനെ പ്രതികരിക്കേണ്ടത്, നമ്മളിതിനെ അഭിമുഖീകരിക്കേണ്ടത്. ഞാൻ അതിനു വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു, നന്ദി പറഞ്ഞ് അതേ നിർത്തുന്നു. ഇപ്പോൾ ഇവിടെ യുവർ ടേൺ എന്ന് കാണാം. ടേൺ എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഊഴമാണ്, പുതിയ തലമുറയുടെ ഊഴമാണ്. പുതിയ തലമുറയാണ് ഇനി നമ്മുടെ പ്ലാനറ്റിനെ, ഭൂമി മാതാവിനെ, ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തം അവരിലാണ് ഉള്ളത് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്പീച്ച് അവസാനിക്കുന്നത്. I think all of you got the idea about this topic. This is a speech. Can wind up here. The remaining parts of this topic can continue in the next online video class. Still stay home. Have a nice day. Thank you.